പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബികൾക്കിടയിൽ നടന്ന പല സംഭവങ്ങളും അവരെ രൂപീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മുസ്ലിം ഉമ്മത്തിന് അതിലൊക്കെ ഒരുപാട് പാഠമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉണ്ടായിരുന്ന ദുരാരോപണം. അവരെയും സ്വഹാബിയായ സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ അസ്സുലമിയെയും ചേർത്തുകൊണ്ട് മുനാഫിക്കുകൾ പറഞ്ഞു പരത്തിയ ചില കാര്യങ്ങൾ. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, ലൗലാ ഇത് സമയത്തുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബി അൻഫുസിഹിം ഖൈറ. ഇത് കേട്ടപ്പോൾ മൂമിനുകളും മൂമിനാത്തുകളും വിശ്വാസികളും വിശ്വാസിനികളും തങ്ങളുടെ ആളുകളെക്കുറിച്ച് ഖൈർ എന്തുകൊണ്ട് കരുതിയില്ല? വഖാലു ഹാദാ ഇഫ്കും മുബീൻ, ഇത് കെട്ടിച്ചമച്ച ഒരു നുണ മാത്രമാണ് എന്ന് അവരെന്തുകൊണ്ട് പറഞ്ഞില്ല? ഇങ്ങനെ അള്ളാഹു വളരെ ശക്തമായ ഭാഷയിൽ ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ സംഭവത്തെക്കുറിച്ച് പല സ്വഹാബികളോടും ചോദിക്കുന്നുണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അഹിലക്ക വലാ നഅലമു ഇല്ലാ ഖൈറ. ഈ ആയത്തൊക്കെ ഇറങ്ങുന്നതിന് മുമ്പാണ്, താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ലത് മാത്രമേ അറിയൂ. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദാസിയോട് ചോദിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ റസൂല് ബരീറയോട് ചോദിക്കും. ബരീറ പറയുന്നത്, വല്ലദീ ബഅസക ബിൽ ഹഖി മാ റഅയ്തു അലൈഹ അംറൻ ഖത്തു അഗ്മിസുഹു. താങ്കളെ സത്യസന്ദേശവുമായിട്ട് അയച്ച അള്ളാഹുവാണ് സത്യം, ആയിഷയുടെ കാര്യത്തിൽ ഒരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല എന്ന് ബരീറ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യം റസൂല് സൈനബ് റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹയും ആയിഷയും തമ്മിൽ പല സൗന്ദര്യ പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹ കൊടുത്തയച്ച ഭക്ഷണപാത്രം ഒരിക്കൽ ആയിഷ എറിഞ്ഞുടക്കുന്നുണ്ട്. അവർ തമ്മിൽ മത്സരം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് സൈനബ് റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ആയിഷ പറയുന്നു, ഈ സംഭവം ഉണ്ടായപ്പോൾ റസൂല് സൈനബിനോട് ചോദിച്ചു. അപ്പോൾ സൈനബ് പറഞ്ഞു, ഫഖാലത്ത് യാ റസൂലല്ലാ അഹമി സംഇ വ ബസരി വല്ലാഹി മാ അലിംതു ഇല്ലാ ഖൈറ. ആയിഷയെക്കുറിച്ച് നല്ലതല്ലാത്ത ഒന്നും എനിക്കറിയില്ല. ആയിഷ അതിനെക്കുറിച്ച് പറയുന്നു, വഹിയല്ലത്തി കാനത്ത് തുസാമീനി മിൻ അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക ഭാര്യമാരിൽ എന്നോട് മത്സരിക്കുന്നവളായിരുന്നു അവൾ. ഫഅസമഹല്ലാഹു ബിൽ വറ. അവരുടെ വറഴ്, തെറ്റിലുള്ള അതിസൂക്ഷ്മത, അതവരെ രക്ഷിച്ചു. അവരെൻ്റെ കാര്യത്തിൽ ഒന്നും വിശ്വസിച്ചില്ല. വറഴ് എന്ന് പറയുന്ന വലിയൊരു ക്വാളിറ്റി, തെറ്റായ ഒരു കാര്യത്തെയും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള ഒരു ക്വാളിറ്റി അവരെ രക്ഷിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു സത്യവിശ്വാസികൾ. അവർ മറ്റുള്ള ആളുകളെക്കുറിച്ച് നല്ലത് വിചാരിച്ചു. അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികൾ നല്ലത് വിചാരിക്കാത്തത് കൊണ്ടല്ല. മുനാഫിക്കുകൾ ഇത് പറഞ്ഞു പരത്തിയപ്പോൾ അവർ സത്യവിശ്വാസികളല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ ആയത്ത് പറയുന്നത്. എന്തുകൊണ്ട് നല്ലത് കരുതിയില്ല? കരുതിയ കുറേ ആളുകളുണ്ടായിരുന്നു, അവരൊക്കെ മുഅ്മിനുകളാണ്. കരുതാതെ ഇത് പ്രചരിപ്പിച്ച കുറേ ആളുകളുണ്ടായിരുന്നു, അവർ യഥാർത്ഥത്തിൽ മുഅ്മിനുകളല്ല എന്ന് പറയാനാണ് അള്ളാഹു പറയുന്നത്. ഇത് കേട്ടപ്പോൾ എന്തുകൊണ്ട് മുഅ്മിനുകളും മുഅ്മിനാത്തുകളും തങ്ങളുടെ ആളുകളെക്കുറിച്ച് ഖൈർ വിചാരിച്ചില്ല? യഥാർത്ഥത്തിൽ മുഅ്മിനുകളും മുഅ്മിനാത്തുകളും ഖൈർ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഖൈർ വിചാരിക്കാതിരുന്ന ആളുകളെ ലക്ഷ്യം വെച്ചാണ് അള്ളാഹു പറയുന്നത്, എന്തുകൊണ്ട് ഹാദാ ഇഫ്കുൻ മുബീൻ എന്ന്, ഇതൊരു കെട്ടിച്ചമച്ച നുണയാണെന്ന് അവർക്ക് എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല? ഈ സംഭവത്തിൽ ഉമ്മത്തിനുള്ള പാഠം അവരൊറ്റക്കെട്ടാണെന്നും അവരിലുള്ള ആരെങ്കിലും ബാധിക്കുന്ന ഒരു പ്രശ്നം മൊത്തം ആളുകളുടെ പ്രശ്നമാണ് എന്നതുമാണ്. അവർ തമ്മിൽ എന്തെങ്കിലും വിഷയത്തിൽ പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പക്ഷേ ഇങ്ങനെയൊരു ഘട്ടം വരുമ്പോൾ അവർ പൂർണ്ണമായ പിന്തുണയുമായി വിശ്വാസിയോടൊപ്പം നിൽക്കണം എന്നൊരു പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തം ഉമ്മത്തിൻ്റെ ഖൈർ കാംക്ഷിക്കുന്ന മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.